ഇനി പൊതുവെ ഓർഗനൈസേഷൻസ് രണ്ട് തരമാണ് ഉള്ളത്. ഫോർമൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. Formal organization is the one which is drafted by top management to achieve objective. ടോപ്പ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെയാണ്, ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫോർമൽ എന്ന് പറയുക. ഒരു സ്ട്രക്ചറൽ പൊസിഷൻ ഉണ്ടാവും. യു ഹാവ് റെസ്പോൺസിബിലിറ്റി, യു ഹാവ് അതോറിറ്റി, യു ആർ അക്കൗണ്ടബിൾ, യു ഹാവ് ലൈൻസ് ഓഫ് കമാൻഡ് വിച്ച് ആർ ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് സ്റ്റേറ്റഡ്. സോ അപ്പോൾ അതാണ് ഒരു വെൽ ഡിഫൈൻഡ് സിസ്റ്റം ഓഫ് വെൽ ഡിഫൈൻഡ് ജോബ്സ് bearing a definite measure of authority, responsibility, accountability, and whole consciously designed to enable people of an organization to work most effectively towards achieving an objective. അതാണ് നമ്മൾക്ക് ഫോർമൽ ഓർഗനൈസേഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു വെൽ ഡിഫൈൻഡ് ജോബ്സ് ഉണ്ട്, ഓരോ ഡെഫിനറ്റ് മെഷർ ഓഫ് അതോറിറ്റി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഈ എല്ലാ സംവിധാനങ്ങളും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആൾക്കാർക്ക് ഏറ്റവും ഇഫക്റ്റീവ്ലിയും എഫിഷ്യൻ്റ്ലിയും വർക്ക് ചെയ്യാൻ പറ്റണം അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. സോ അത് എപ്പോഴും ടോപ്പ് മാനേജ്മെൻറ്റ് പ്രീഡിറ്റർമൈൻ ആവും. There will be a structure which is clearly defined. You will have ആ സ്ട്രക്ചറിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടായിരിക്കും. ഇറ്റ്സ് റിലേറ്റീവ്ലി പെർമനൻ്റ് ആണ് ഈ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയിൽ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഇറ്റ്സ് വെൽ ഡിഫൈൻഡ്. ദർ വിൽ ബി എ ഫോർമലൈസ്ഡ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ വിച്ച് എവറി കമ്മ്യൂണിക്കേഷൻ ഷുഡ് ടേക്ക് പ്ലേസ്. You will have a superior, there will be a subordinate, there will be rules, regulations, procedures. So അങ്ങനെ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. ഇനി ഏതൊരു ഫോർമൽ ഓർഗനൈസേഷനും യു ഹാവ് ആൻ ഇൻഫോർമൽ പാർട്ട് ആസ് വെൽ. ഇപ്പോൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ത്രൂ ദ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്തിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ ഉണ്ടാക്കുന്നത് അവിടുത്തെ ആളുകളാണ്. സോ ആ ഒരു ആൾക്കാർക്ക് ദേ ക്രിയേറ്റ് ഗാങ്സ്, ദേ ക്രിയേറ്റ് ഗ്രൂപ്പ്സ്. ഫോർമലായിട്ടല്ല. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫോർമൽ സ്ട്രക്ചർ വെച്ചിട്ട് യു ബിലോങ് ടു മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷെ നമ്മുടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. സോ you have another organization structure which is known as informal, which is purely based on your friendship, your mutual regard, your intimacy, your close contact. അതെപ്പോഴും ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യില്ല. അതിലങ്ങനെ ഒരു അതോറിറ്റിയോ റൂൾസോ റെസ്പോൺസിബിലിറ്റിയോ പ്രൊസീജിയേഴ്സോ ഒന്നുമില്ല. സ്പോണ്ടേനിയസ്ലി അറൈസ് ചെയ്യുന്ന പ്യോർ പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെയും ഗ്രൂപ്പായിട്ട് സെയിം ഫ്രീക്വൻസിയിലും വേവ് ലെങ്ത്തിലുമുള്ള ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള മനുഷ്യൻ്റെ സഹജമായ സ്വഭാവം കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. ഏതൊരു ഓർഗനൈസേഷനിലാവുമ്പോഴും യു ഹാവ് എ ഫോർമൽ പാർട്ട് ആൻഡ് യു ഹാവ് ആൻ ഇൻഫോർമൽ പാർട്ട് ആൻഡ് ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർ ആൻ ഓർഗനൈസേഷൻ സക്സസ്. ഇനി ഒരു ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ് പറയുന്നത്. സോ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ടു അച്ചീവ് എ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്. ഇൻഫോർമൽ അങ്ങനെയല്ല, ഇറ്റ്സ് പ്യുവർലി ഓൺ ദ ബേസിസ് ഓഫ് ഫ്രണ്ട്ഷിപ്സ്, റിലേഷൻഷിപ്പ് ഒക്കെയാണ്. പിന്നെ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ വെൽ ഡിഫൈൻഡ് ആണ്. പക്ഷെ ഒരു ഇൻഫോർമലിൽ അങ്ങനെ ഒരു സ്ട്രക്ചറേ ഇല്ല. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഡിഫൈൻഡ് ആണ്, ക്ലിയർലി സ്റ്റേറ്റഡ് ആണ്. ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു സംഭവം തന്നെ ഒരു ഇൻഫോർമൽ ഒരു സ്ട്രക്ചറിൽ നിലനിൽക്കുന്നില്ല. ഒരു ലൈഫ് ലോങ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ഫോർമൽ എന്ന് പറയുമ്പോൾ. പക്ഷെ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ക്രിയേറ്റഡ് സ്പോണ്ടേനിയസ്ലി ആണ്. അത് എപ്പോൾ വേണമെങ്കിലും മാറാം. ഇനി നോർമലി അതങ്ങനെ ഒരുപാട് കാലമൊന്നും നിലനിൽക്കാറില്ല. ഇറ്റ്സ് നോർമലി ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഇനി ഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ്. പക്ഷെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആൾക്കാരുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ബേസിസിലാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇൻഫോർമലി യു ഡോണ്ട് ഹാവ് എനി സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻ. കമ്മ്യൂണിക്കേഷൻ ചാനൽ വളരെ ക്ലിയർ ആണ് ഫോർമലിൽ. മറ്റേതിൽ അൺഒഫീഷ്യൽ ചാനൽസ് ആണ്, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയും. ഫെയർലി ലാർജ് ആണ് ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സ്മോൾ ആണ് ഇൻഫോർമൽ. ഇനി ഓർഗനൈസേഷൻ്റെ ചാർട്ടിൽ ഫോർമൽ ഓർഗനൈസേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
അങ്ങനെ ഒരു ചാർട്ട് വഴി ഡെസിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫോർമൽ ഓർഗനൈസേഷനിൽ ഇറ്റ്സ് മോർ അബൌട്ട് അതോറിറ്റി, വെറസ് പേഴ്സണൽ റിലേഷൻഷിപ്പിലാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് റൺ ചെയ്യുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് റൺ ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ ഇൻഫോർമൽ റിലേഷനിൽ. ഇത് രണ്ടും രണ്ട് കാര്യമല്ല കേട്ടോ, ഒരു ഓർഗനൈസേഷനിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. നമ്മളൊരു കോളേജ് ആണെങ്കിൽ കോളേജിൻ്റെ ഫോർമൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഉണ്ട്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് HODs ഉണ്ട്, അവർക്ക് സബോർഡിനേറ്റ്സ് ടീച്ചേഴ്സ് വേറെ ഉണ്ട്, ഓരോ ക്ലാസ്സസ് ഉണ്ട്. സോ ഇതൊരു ഫോർമലാണ്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് യു ഹാവ് അനദർ. ഇപ്പം ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ BCom സ്റ്റുഡൻസ് ചിലപ്പോൾ BBA സ്റ്റുഡൻസ് കമ്പനി ആയിരിക്കും. അതൊരു ഫോർമൽ റിലേഷനിൽ പെടുന്നതല്ല, അതൊരു ഇൻഫോർമൽ അറേഞ്ച്മെൻ്റ് ആണ്. ഇറ്റ്സ് ഔട്ട് ഓഫ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. സോ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു ഓർഗനൈസേഷൻ്റെ രണ്ട് വശങ്ങളാണ്, അല്ലാതെ ഇത് രണ്ടും രണ്ട് തലം, രണ്ട് ടൈപ്പ് അല്ല. ബേസിക്കലി ഇറ്റ് റൺസ് പാരലി ഇൻ ദ വെരി സെയിം ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് വർക്ക് സ്പെഷ്യലൈസേഷൻ ആണ്. സോ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് തന്നെയാണ് ശരിക്കും സ്പെഷ്യലൈസേഷൻ ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്കിന് തന്നെയാണ് നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഫെഡറിക് ടൈലർ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് പറയുന്ന ഫെഡറിക് ടൈലർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം he divided labor into different divisions and he allotted a set of workers certain job. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അത് അവരെ കൊണ്ട് തന്നെ റിപ്പീറ്റഡ്ലി ചെയ്യിക്കുക. അപ്പോൾ ഒരാൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും, ആ കാര്യങ്ങൾ അവരുടെ നോളജും സ്കില്ലും വെച്ചിട്ട് ദേ ഡു ഇറ്റ് റിപ്പീറ്റഡ്ലി. അങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ യു ബിക്കം സ്പെഷ്യലിസ്റ്റ്. നമ്മൾ അതിൽ സ്പെഷ്യലിസ്റ്റ് ആവും. അങ്ങനെ സ്പെഷ്യലിസ്റ്റ് ആകുമ്പോഴാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ഈ ഒരു സ്പെഷ്യലൈസേഷൻ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ജോലിയും എല്ലാ ആൾക്കാരും ചെയ്യുന്നതിന് പകരം ഒരു കോംപ്ലക്സ് വർക്കിനെ, കോംപ്ലക്സ് ടാസ്കുകളെ സ്മോളർ മോർ പ്രിസൈസ് ടാസ്കായി ഡിവൈഡ് ചെയ്ത് ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ഇൻഡിവിജ്വൽ എംപ്ലോയീസ് അത് റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോഴാണ് അവരതിൽ എക്സ്പേർട്ട് ആവുക. അപ്പം ഓവർ ദ ടൈം ദ വർക്കർ ബിക്കം പ്രൊവിഷൻ ആൻഡ് ഇഫക്റ്റീവ് അറ്റ് പെർഫോമിങ് ദ ടാസ്ക്. അപ്പം അവരത് റിപ്പീറ്റഡ്ലി ചെയ്ത് അത് ചെയ്യാൻ നല്ല രീതിയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കും. സോ രണ്ടും ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെയാണ്. ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടെങ്കിൽ മാത്രമേ ജോബ് സ്പെഷ്യലൈസേഷൻ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ജോബ് സ്പെഷ്യലൈസേഷൻ ലാർജർ ഓർഗനൈസേഷനിലൊക്കെ ജോബ് വർക്ക് സ്പെഷ്യലൈസേഷനൊക്കെ വരുമ്പോൾ ആ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവണം. ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വർക്ക് സ്പെഷ്യലൈസേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഡിവിഷൻ ഓഫ് ലേബറും വർക്ക് സ്പെഷ്യലൈസേഷൻ്റെയും കോൺസെപ്റ്റ്. ഇനി ഇങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ, വർക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് എ സ്പെസിഫിക് സ്കിൽ ഓർ ബീൻ സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഗ്രോത്ത് കൊണ്ടുവരും. നമ്മൾ എക്സ്പെർട്ടൈസ്ഡ് ആണ്. അപ്പോൾ യു നോ വെരി ഡിസ്റ്റിങ്റ്റീവ്ലി ഇൻ ഗ്രേറ്റ് ഡെപ്ത് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്. വളരെ ആഴത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുകയാണ്. അപ്പം നമ്മൾ അതിലേക്ക് വെറും ആ ജോബ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് അതിൻ്റെ എക്സ്പേർട്ടുകളായിട്ട് നിങ്ങൾ മാറുകയാണ്. അപ്പം അതൊരു എക്സലൻസ് ക്രിയേറ്റ് ചെയ്യാണ്. you are repeatedly doing something and you are becoming an excellent person in that. സ്പെഷ്യലിസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം അവർക്കൊരു പ്രൈഡാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ്, നമ്മളൊരു ഏരിയ ഓഫ് റിസർച്ച് സെലക്ട് ചെയ്യുന്നു, ആ ഏരിയയിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നു, നമ്മൾ അതിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കുന്നു, നമ്മൾ അതുമായി റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പിന്നെ ഗ്രാജ്വലി നമ്മൾ ആ ഒരു ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ആയി വരുന്നു. സോ യു ടേക്ക് പ്രൈഡ് ഇൻ ദ വർക്ക് വിച്ച് യു ആർ ഡൂയിങ് ആൻഡ് യു ഗെറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് യു ഗെറ്റ് നോൺ ബൈ ദ നെയിം ഓഫ് വർക്ക് വിച്ച് യു ആർ ഡൂയിങ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു അഭിമാനത്തിന് കൂടി ഒരു വകയാവുകയാണ്. ഇനി വെൻ യു ആർ അലോയിങ് എ പേഴ്സൺ ടു ഡു എ ജോബ് റിപ്പീറ്റഡ്ലി, അവരതിന് എക്സ്പേർട്ട് ആവുമ്പോൾ അവർക്ക് നോർമലി ആ ഒരു ജോലി ചെയ്യുമ്പോൾ സംഭവിച്ചേക്കാവുന്ന പിറ്റ്ഫോൾസും ഇഷ്യൂസും ഒരു നോൺ സ്പെഷ്യലിസ്റ്റിനെക്കാട്ടിലും നിശ്ചയം വരികയാണ്. സോ അവർ മോർ കോൺഷ്യസ് ആവാണ്. ദേ നോ, ഞാൻ കുറേ വർഷമായിട്ട് ഇതന്നെയാണ് ചെയ്യുന്നത്. സോ ഐ നോ
ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, എന്തൊക്കെ ഇഷ്യൂസ് വരാം എന്ന്. സോ വെൻ എ പോർഷൻ ഓഫ് ജോബ് ഈസ് ബീൻ ഹാൻഡിൽഡ് ബൈ വൺ പേഴ്സൺ, ആ ഒരു പെർട്ടിക്കുലർ ടാസ്കിൽ തന്നെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് എറേഴ്സ് കുറയും. അതുവഴി കോസ്റ്റ്, നമ്മുടെ ക്വാളിറ്റി കൺട്രോള് കട്ട് ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി കൺട്രോള് ചെയ്യുന്നതിലും എളുപ്പമാണ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പേർട്സിനെ കൊണ്ട്. എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ അത് റിപ്പീറ്റഡ്ലി ചെയ്ത് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളൊരു സംഭവത്തിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസ് ഫീൽ എ സർട്ടൺ ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് ഇൻ ദർ സ്കിൽ സെറ്റ്. അപ്പോൾ അവർക്ക് അതിനൊരു ദർ ജോബ്, അവരുടെ ജോബിനെ ഓൺ ചെയ്യാണ്, അവർക്ക് അവരുടെ ജോലി ചെയ്തു, ഞങ്ങളുടെ ജോബ് എന്നുള്ള ആ ഒരു ഇത് വരികയാണ്. സോ ദാറ്റ് ഇറ്റ് ക്രിയേറ്റ് we are all in this together ഒരു ഇതാണ്. സോ ഇറ്റ് ഇംപ്രൂവ്സ് പെർഫോമൻസ്. സോ ദാറ്റ്സ് എ ബിഗ് അഡ്വാൻറ്റേജ്. ഇനി ട്രെയിനിങ് വൺ പേഴ്സൺ ടു ഡു എ പെർട്ടിക്കുലർ ജോബ് സേവ്സ് ടൈം ഇൻ ട്രെയിനിങ്ങും മതി. കാരണം ഒരാളെ അത് ചെയ്തിട്ട് ആ ജോബ് തന്നെ അവർ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ദേ ബിക്കം എക്സ്പേർട്ട്. പൊട്ടൻഷ്യലി ലോട്ട് ഓഫ് റിസോഴ്സസ് വേസ്റ്റിങ് ഒഴിവായിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ എന്താവാണ്, യു ബിക്കം മോർ എക്സ്പേർട്ടാണ് അതിൽ. ഇനി ട്രെയിനിങ് മൾട്ടിപ്പിൾ പീപ്പിൾ ടു ഡു മെനി ടാസ്ക് ആൻഡ് ക്യാൻ റിസൾട്ട് ഇൻ ഓൾ ഓഫ് ദം ബീങ് അറ്റ്ലീസ്റ്റ് ഓക്കെ വിത്ത് ഡൂയിങ് വൺ പെർട്ടിക്കുലർ തിങ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തിങ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസിലേക്ക് നമ്മൾ വരികയും ആ ഒരു പെർട്ടിക്കുലർ തിങ് നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് നമ്മൾ വർക്ക് സ്പെഷ്യലൈസേഷൻ വഴി. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.